നല്ല സിനിമയാണ്, അടിപൊളി പടം. അടിപൊളി സിനിമ, നല്ല സിനിമ. ഓക്കെ, നല്ല പടം. സൂപ്പർ. എന്താ പറയുക, ഒന്നും പറയാനില്ല. അത് നോ വേർഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയ്ക്കും സൂപ്പർബായിരുന്നു. സൂപ്പർബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എക്സ്ട്രോണറി എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രസൻറ്റേഷൻ ആയിരുന്നാലും ബാക്കി ഉള്ള എല്ലാവരും ഇപ്പം ഈവൻ ആരെ എടുത്ത് പറഞ്ഞാലും ഈവൻ എത്ര ആർട്ടിസ്റ്റുകൾ പോലും ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഇപ്പം മീൻസ് നമ്മുടെ അനശ്വരി എടുത്ത് പറഞ്ഞാൽ പോലും അതൊരു ഒരു സീരീസിൽ അനശ്വരിയെ നമ്മൾ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. കാരണം അനശ്വരിയെ കണ്ടിൽ നിന്ന് വേറൊരു ഗെറ്റപ്പിലാണ് അനശ്വരി നമ്മൾ ഇതിൽ കാണുന്നത്. സോ അതും ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. എല്ലാം ഈ ഓരോ മീൻസ് BGM എടുത്ത് പറഞ്ഞാൽ BGM അത് അമേസിംഗ് ആണ്. അപ്പം മ്യൂസിക് ചെയ്തിരിക്കുന്നതായിരുന്നാലും ഇറ്റ്സ് അമേസിങ്. അതിലുള്ള ഒരു ഓൾഡ് സോങ്ങിനെ നമ്മുടെ ഈ ഒരു മൂവിയിലൂടെ വീണ്ടും റിക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നത് അതും അമേസിംഗ് ആയിട്ടുണ്ട്. പിന്നെ സൈജു ചേട്ടൻ ഇറ്റ്സ് അമേസിങ്. ഹീസ് ആൻ ആക്ടർ. അർജുൻ അശോകൻ എല്ലാവരും എടുത്ത് പറയേണ്ടി വരും. സോ ഇറ്റ്സ് ഓസം. ഒന്നും പറയല്ല, മിഥുൻ ചേട്ടൻ്റെ ഒരു വലിയൊരു മാജിക്കാണ് ഇവിടെ സംഭവിച്ചത്. മമ്മൂട്ടി വളരെ ഗംഭീരമായിരുന്നു, പറയാനില്ലല്ലോ. സൂപ്പർ സ്റ്റാറല്ലേ, വളരെ ഗംഭീരമായിട്ട് ചെയ്തിരുന്നു. നന്നായിരുന്നു. മൂവിക്ക് ഒരുപാട് നല്ല വശങ്ങളുണ്ട്. കാരണം ഒരുപാട് അറിവുകൾ ഈ മൂവിക്ക് നമുക്ക് കിട്ടാനുണ്ട്. കാരണം വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുള്ള ഒരു മൂവിയും കൂടിയായിരുന്നു. വളരെ ഗംഭീരമായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ജയറാമേട്ടനും മമ്മൂക്കായി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ താരങ്ങളും ചെറിയ റോളുകൾ ചെയ്തിട്ടുള്ള ആളുകൾ പോലും വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ നന്നായി. മിഥുൻ മാനുവലിൻ്റെ 5-ാം പാതിര എന്നുള്ള മൂവി പ്രതീക്ഷ ആരും വരരുത്. അതൊരു സൈക്കോ ത്രില്ലർ ആണെങ്കിലും മെഡിക്കൽ ത്രില്ലറാണ്. ജയറാം എന്ന് പറഞ്ഞ നടൻ്റെ തിരിച്ചൊരു റീലോഞ്ചിങ് ആണ് ഈ പടം എന്ന് പറയുന്നത്. നല്ല പടമാണ്, നല്ല ഡയറക്ഷൻ, പിന്നെ ഒരു സസ്പെൻസ് ഉണ്ട്. ആ സസ്പെൻസ് പുറത്തറിയുന്നതിന് മുമ്പ് പോയി കണ്ടാൽ നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും. സസ്പെൻസ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തികച്ച് മമ്മൂക്ക ഈ റോളിലുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നത്. പക്ഷേ അടിപൊളി റോളാണ് ചെയ്തേക്കുന്നത്. അതൊരു സസ്പെൻസ് ആണ്, അത് പുറത്ത് പറയാനുള്ള. അത് അറിയാതെ പോയി പടം കാണുക. തിരിച്ചുവരികയാണ്. പുള്ളിയുടെ ഇതുവരെ നമ്മൾ കാണാത്തൊരു റോളാണ് ഇതിനകത്ത്. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ജഗദീഷ് ഉണ്ട്, ദിലീഷ് ബോത്തനുണ്ട്, ഒരുപാട് താരനിരകളുണ്ട്. അനശ്വര രാജനുണ്ട്. 2 കാലഘട്ടം കാണിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ പടത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ? എന്തോ ജയറാമും എല്ലാവരും കലക്കി. പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആസ് ഓൾവേസ്. നിങ്ങൾ പടം കണ്ടോ? കാണണ്ടേ? കണ്ടിട്ട് നൈസ്, അടിപൊളി, സൂപ്പർ പടം. ജയറാമേട്ടൻ കുറെ കാലത്തിന് ശേഷം സീരിയസ് റോളിൽ ആറാട്ടിക്കുകയെന്ന് തന്നെ പറയാം. സലാം കാശ്മീരിന് ശേഷമാണ് ഒരു ഇടിവെട്ട് സൈക്കോളജിക്കൽ സിനിമ കണ്ടത്. ഒരു ക്രിമിനോളജിക്കൽ സിനിമയാണ്. അപ്പോൾ ഒരു സീരിയസ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന കാണേണ്ട സിനിമയാണ്. പിന്നെ മിഥുൻ മാനുവൽ തോമസ് എന്ന കലാകാരൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും ഒക്കെ വർക്കൗട്ട് ആയിപ്പോണ്ട്. 5-ാം പാതിര ഗരുഡൻ സിനിമയ്ക്ക് ശേഷം ശക്തമായിട്ടുള്ളൊരു വേറിട്ട് നിൽക്കുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയാണ്. അപ്പോൾ തിയേറ്റർ ഒന്ന് കണ്ട് BGM ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ, പാട്ടുകളൊന്നും തന്നെ ഇല്ലെങ്കിലും BGM കൊണ്ട് തന്നെ ഒരു വിളയാടുകയാണ് സിനിമ. അപ്പോൾ ഒരു സീരിയസ് സിനിമയാണ്. ഇപ്പോൾ അർജുൻ അശോകൻ സാറായിക്കോട്ടെ, സൈജു കുറുപ്പ് സാറായിക്കോട്ടെ, അനശ്വര രാജൻ ആയിക്കോട്ടെ, ഗംഭീര പെർഫോമൻസ് ആണ്. പിന്നെ ഇതിൽ ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ഒരു നിത്യവസം തന്നെ കാണാം. അപ്പോൾ ഇതിൽ റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്നത് ജയറാമേട്ടന് ഒരു 3.5 ഔട്ട് ഓഫ് 5. ഓക്കെ.